Hi everyone, welcome back to Success Academy's YouTube channel. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC CHSLന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് നമുക്കറിയാൻ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നമ്മളിതിന് മുന്നേ ഒരു ഫസ്റ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ഷിഫ്റ്റാണ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2/8/2023 നടന്ന ഷിഫ്റ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ജനറൽ അവയർനെസ് അനാലിസിസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് ജനറൽ അവയർനെസ്സിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും ഒക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The Village and Small Scale Industries Committee is also referred to as the dash. അതായത് വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റിയുടെ വേറെ പേരെന്താണ്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ശ്രദ്ധിക്കുക, വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റിയുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ അതറിയപ്പെടുന്നത് ഏത് രീതിയിലാണ് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മുൻഷി കമ്മിറ്റി, ഓപ്ഷൻ 2 കാർവേ കമ്മിറ്റി, ഓപ്ഷൻ 3 മഹലനോബിസ് കമ്മിറ്റി ആൻഡ് ഓപ്ഷൻ 4 ചക്രവർത്തി കമ്മിറ്റി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? അതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 കാർവേ കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഓപ്ഷൻ 2 കാർവേ കമ്മിറ്റിയാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. അതെപ്പോഴാണ് വന്നത്? 1948 വന്നത്. ഓക്കെ, 1948 എന്ത് വന്നത്? കാർവേ കമ്മിറ്റി വന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Who among the following Indian weightlifters won the silver medal in the women's 49 kg division at the World Weightlifting Championship 2022? അപ്പോൾ നമുക്കറിയുന്നതാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അല്ലേ, നമുക്കറിയുന്നതാണ്. അപ്പോൾ അതിലെ വുമൻസിൻ്റെ 49 kg ഡിവിഷനിൽ ആർക്കാണ് സിൽവർ മെഡൽ ലഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ആർക്കാണ് സിൽവർ മെഡൽ ലഭിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2022 വുമൻസ് 49 kg ഡിവിഷനിൽ സിൽവർ മെഡൽ ലഭിച്ച ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മീരാബായ് ചാനു, ഓപ്ഷൻ 2 സന്തോഷി മസ്ത, ഓപ്ഷൻ 3 സ്വാതി സിംഗ് ആൻഡ് ഓപ്ഷൻ 4 സഞ്ജിത ചാനു. അപ്പോൾ ഇതിൽ ആരായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 മീരാബായ് ചാനു ആണ്. നമുക്കറിയുന്നതായിരിക്കും അല്ലേ, മീരാബായ് ചാനുവിനാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2022 വുമൻസ് 49 kg ഡിവിഷനിൽ സിൽവർ മെഡൽ ലഭിച്ച ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ ആരാണ്? മീരാബായ് ചാനു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following schemes or programs is not related to microfinance type of initiatives? അതായത് ഈ തന്നിരിക്കുന്ന സ്കീമുകളിൽ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമുകളിൽ ഏത് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഏത് സ്കീമാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ബന്ധപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ് എന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. നമ്മൾ സ്കീമുകൾ നോക്കുകയാണെങ്കിൽ സ്കീം 1 ഇസ് ഉജ്വല സ്കീം, സെക്കൻഡ് 1 ഇന്ദിരാ ക്രാന്തി പഥം പ്രോഗ്രാം, ഓപ്ഷൻ 3 ജീവിക പ്രോജക്റ്റ് ആൻഡ് ഓപ്ഷൻ 4 ജൻധൻ യോജന. അപ്പോൾ ഇതെല്ലാം ഫേമസ് ആയിട്ടുള്ള സ്കീമുകളാണ്. അപ്പോൾ ഇതിൽ ഏത് സ്കീമാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഏതായിരിക്കും? ഇതിൽ ഇന്ദിരാഗാന്ധി ക്രാന്തി പ്രോഗ്രാം മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടുന്നതാണ്, ജീവിക പ്രോഗ്രാം മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്, ജൻധൻ യോജനയും മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. ഏത് മാത്രമാണ് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടാത്തത്? ഉജ്വല സ്കീം മാത്രമാണ് മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടാത്തത്. ഉജ്വല സ്കീം എന്തുമായി റിലേറ്റഡ് ആണ്? LPGയുമായി റിലേറ്റഡ് ആണ് അല്ലേ. എല്ലാ വീടുകൾക്കും LPG സിലിണ്ടർ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണ് ഏത്? ഉജ്വല സ്കീമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ തന്നിരിക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന പ്രോഗ്രാമുകളിൽ നിന്ന് മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെടാത്തത് ഏതാണ് എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ആൻഡ് നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഉജ്വല സ്കീമാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഉജ്വല സ്കീം എന്തുമായി റിലേറ്റഡ് ആണ്? LPG അല്ലേ, LPG സിലിണ്ടർ നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ഉജ്വല സ്കീം. അടുത്ത ക്വസ്റ്റ്യൻ. Under the Mahatma Gandhi National Rural Employment Guarantee Act, how many minimum days of guaranteed wages employment is in every financial year has to be provided to every household whose adult members volunteer to do unskilled manual work? Okay, ശ്രദ്ധിക്കുക, നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. മഹാത്മാഗാന്ധി
നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അല്ലേ, നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് നമുക്കറിയുന്നതായിരിക്കും. അപ്പോൾ അതിൽ എത്ര മിനിമം ഡേയ്സ് ആണ് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ എത്ര മിനിമം ഡേയ്സ് ഓഫ് വർക്കാണ് ഉറപ്പ് വരുത്തുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ആർക്കാണ് ഉറപ്പ് വരുത്തുന്നത്? അഡൾട്ട് മെമ്പർ വോളണ്ടിയേഴ്സ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ വർക്ക്. ഓക്കെ, എല്ലാ വീട്ടിലെയും അൺസ്കിൽഡ് മാനുവൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മിനിമം ഡേയ്സ് ഓഫ് വർക്കാണ് ഗ്യാരണ്ടി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് വഴിയാണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പോൾ എത്ര ദിവസത്തെ വർക്ക് ആയിരിക്കും ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടാവുക? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 100 ഡേയ്സ്, ഓപ്ഷൻ 2 150 ഡേയ്സ്, ഓപ്ഷൻ 3 120 ഡേയ്സ് ആൻഡ് ഓപ്ഷൻ 4 90 ഡേയ്സ്. എത്ര ഡേയ്സ് ആയിരിക്കും? ഓപ്ഷൻ 1 100 ഡേയ്സ് ആയിരിക്കും. 100 ദിവസമായിരിക്കും. ഒരു വർഷം 100 ദിവസമാണ് മിനിമം ഡേയ്സ് ഓഫ് ഗ്യാരണ്ടീഡ് വർക്ക് ആയിട്ട് പറയുന്നത്. ഏത് വഴിയാണ്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് വഴി. എപ്പോഴാണ് വന്നത്? 2005 വന്നത്. ഓക്കെ, 2005 വന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Western Ghats and the Eastern Ghats meet at which of the following places in southern India? ഓക്കെ, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഏത് സ്ഥലത്താണ് വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും മീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മഹേന്ദ്രഗിരി ഹിൽസ്, ഓപ്ഷൻ 2 നല്ലമല ഹിൽസ്, ഓപ്ഷൻ 3 സത്പുര ഹിൽസ് ആൻഡ് ഓപ്ഷൻ 4 നീൽഗിരി ഹിൽസ്. അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും? ഇതിൽ ഏത് സ്ഥലത്തായിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക? നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4 നീൽഗിരി ഹിൽസിലാണ്. അപ്പോൾ നീൽഗിരി ഹിൽസിലാണ് എന്തൊക്കെ രണ്ടെണ്ണം മീറ്റ് ചെയ്യുന്നത്? നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും മീറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The Government of India is providing Ayushman Bharat Yojana, a health scheme. This type of government efforts falls under dash of the directive principles of state policy. അതായത് നമുക്കറിയാം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദി സ്റ്റേറ്റ് പോളിസി അല്ലേ, നമുക്കറിയുന്നതാണ് DPSP. DPSP ഏത് പാർട്ടിലാണ് വരുന്നത്? DPSP വരുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 4 അല്ലേ DPSP വരുന്നത്. അപ്പോൾ DPSPയിലെ ഏത് ആർട്ടിക്കിളിലാണ് ഈ പറയുന്ന ആയുഷ്മാൻ ഭാരത് യോജനയൊക്കെ പെടുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഹെൽത്ത് സ്കീമാണ് ഏത്? ആയുഷ്മാൻ ഭാരത് യോജന. അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കീമായിരുന്നു ആയുഷ്മാൻ ഭാരത് യോജന. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് DPSPയുടെ അണ്ടറിൽ വരുന്നു, അല്ലെങ്കിൽ ഏത് ആർട്ടിക്കിൾ ഓഫ് DPSPയുടെ അണ്ടറിലാണ് ഈ ആയുഷ്മാൻ ഭാരത് യോജനയൊക്കെ വരുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 47 ആണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ ആർട്ടിക്കിൾ 48, തേർഡ് ഓപ്ഷൻ ആർട്ടിക്കിൾ 46, ഫോർത്ത് ഓപ്ഷൻ ആർട്ടിക്കിൾ 45. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നുണ്ടാവുക? ഏതായിരിക്കും ആയുഷ്മാൻ ഭാരത് യോജന പോലുള്ള ഹെൽത്ത് സ്കീമുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ആർട്ടിക്കിൾ? നമ്മുടെ കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾ 47 ആണ്. ആർട്ടിക്കിൾ 47 എന്താണ് പറയുന്നത്? സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ത്? നമ്മുടെ ഹെൽത്ത്, അതായത് ബാക്കിയുള്ള ജനങ്ങളുടെ ഹെൽത്ത് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റേറ്റിൻ്റെ കടമയാണ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 47. ഓക്കെ, അപ്പോൾ ആയുഷ്മാൻ ഭാരത് യോജനയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതായിരിക്കും? ആർട്ടിക്കിൾ 47 ആയിരിക്കും. ഓക്കെ, ആർട്ടിക്കിൾ 47 ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് വൺ. What is the crude birth rate of India as per census 2021? ഓക്കെ, സെൻസസ് 2021 പ്രകാരം ക്രൂഡ് ബർത്ത് റേറ്റ്, ഇന്ത്യയുടെ ക്രൂഡ് ബർത്ത് റേറ്റ് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 20%, ഓപ്ഷൻ 2 20.5%, ഓപ്ഷൻ 3 28% ആൻഡ് ഓപ്ഷൻ 4 21.8%. അപ്പോൾ എത്രയായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 21.8% ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ. ഇൻ ദ MPL 59th Senior National Chess Championship held in Delhi, who became India's 78th Grand Master? ഇന്ത്യയുടെ 78ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഏത് വഴിയാണ്? MPL 59th സീനിയർ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് വഴിയാണ്. അത് എവിടെ വെച്ചാണ് നടന്നത്? ഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഓക്കെ, 59th സീനിയർ നാഷണൽ ചെസ് ചാമ്പ്യൻഷിപ്പ് ഡൽഹിയിൽ വെച്ച് നടന്നു. അതുപ്രകാരം ആരാണ് ഇന്ത്യയുടെ 78ാമത് ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് നമ്മുടെ ചോദ്യം.
നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ജി ആകാശ്, ഓപ്ഷൻ 2 പ്രീതു ഗുപ്ത, ഓപ്ഷൻ 3 പ്രണവ് വി ആൻഡ് ഓപ്ഷൻ 4 കൗസ്തവ് ചാറ്റർജി. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? നമ്മുടെ 78ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 കൗസ്തവ് ചാറ്റർജിയാണ്. ഓക്കെ അല്ലേ? നമ്മുടെ 78ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? കൗസ്തവ് ചാറ്റർജി. ഏത് പ്രകാരമാണ്? 59ാമത്തെ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, ചെസ് ചാമ്പ്യൻഷിപ്പ് വഴിയാണ് എവിടെ വെച്ചായിരുന്നു നടന്നത്? ഡൽഹിയിൽ വെച്ചായിരുന്നു നടന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following ministries of the government of India has under it the Council of Scientific and Industrial Research? Okay, CISR. അപ്പോൾ CISR ഏത് മിനിസ്ട്രി, നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അതായത് CISR നമ്മുടെ ഏത് മിനിസ്ട്രിയുടെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഓപ്ഷൻ 2 മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, ഓപ്ഷൻ 3 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഓപ്ഷൻ 4 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? നമ്മുടെ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CISR വരുന്നത് ഓപ്ഷൻ 3 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ്. ശ്രദ്ധിക്കുക, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അണ്ടറിലാണ് എന്ത് വരുന്നത്? കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CISR വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സാൽ, അക്കാസിയ ആൻഡ് ബാംബു which are type of dry tropical forest receive what amount of annual rainfall? ഓക്കെ, ഈ സാല്, അക്കാസിയ അതുപോലെ ബാംബു ഒക്കെ ഏതിലാണ് വരുന്നത്? ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ ആനുവൽ റെയിൻഫോൾ എത്രയായിരിക്കും? എത്ര എമൗണ്ട് ആണ് അവർക്ക് ആനുവൽ റെയിൻഫോൾ ആയിട്ട് ലഭിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നുണ്ടാവുക? അതായത് അവർക്ക് ഏറ്റവും കൂടുതൽ എന്തായിരിക്കും? ഡ്രൈ ആയിരിക്കും അല്ലേ? ഒരു സീസണിൻ്റെ അധിക ഭാഗം അവർക്ക് ഡ്രൈ ആയിരിക്കും, കുറച്ച് മാത്രമേ അവർക്ക് എന്തുണ്ടാവുള്ളൂ? റെയിൻഫോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ റെയിൻഫോളിൻ്റെ എമൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ബിറ്റ്വീൻ 200 and 250 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ 2 ഫ്രം 51 സെൻറ്റിമീറ്റർ to 151 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ 3 251 സെൻറ്റിമീറ്റർ ഓർ മോർ ആൻഡ് ഓപ്ഷൻ 4 ബിലോ 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് നോക്കുകയാണെങ്കിൽ അവർ ആനുവൽ റെയിൻഫോൾ വരുന്നത് ഫ്രം 51 സെൻറ്റിമീറ്റർ ടു 151 സെൻറ്റിമീറ്റർ ആണ്. ശ്രദ്ധിക്കുക, ഫ്രം 51 സെൻറ്റിമീറ്റർ തൊട്ട് 151 സെൻറ്റിമീറ്റർ വരെയാണ് എന്തിൻ്റെ ആർക്ക് ആനുവൽ റെയിൻഫോൾ വരുന്നത്? ഡ്രൈ ട്രോപ്പിക്കൽ ഫോറസ്റ്റിന് ആനുവൽ റെയിൻഫോൾ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഗോൾ ലൈൻ ആൻഡ് ദ പെനാൽറ്റി സ്പോട്ട് ഇൻ ഫുട്ബോൾ? ഓക്കെ, ഫുട്ബോളിലെ ഗോൾ ലൈനും അതുപോലെ തന്നെ പെനാൽറ്റി സ്പോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 9 yards, ഓപ്ഷൻ 2 11 yards, ഓപ്ഷൻ 3 12 yards ആൻഡ് ഓപ്ഷൻ 4 10 yards. ഓക്കെ, ശ്രദ്ധിക്കുക, ഗോൾ ലൈനും പെനാൽറ്റി സ്പോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 12 yards ആണ്. ഓക്കെ, 12 yards ആണ് ഗോൾ ലൈനും പെനാൽറ്റി ഷോട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ ന്യൂട്രീഷണൽ ഡിസോർഡർ കോസ്ഡ് ബൈ വിറ്റമിൻ B3 deficiency leading to clinical manifestations from the skin, gastrointestinal tract and nervous system? ഓക്കെ, അതായത് നമ്മുടെ ഒരു ന്യൂട്രീഷണൽ ഡിസോർഡറിനെ കുറിച്ചാണ് പറയുന്നത്. അത് എന്ത് കാരണമാണ് കോസ് ചെയ്യുന്നത്? വിറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കാരണമാണ് കോസ് ചെയ്യുന്നത്. ഇത് എന്തിനൊക്കെ പ്രോബ്ലം ഉണ്ടാക്കാം? സ്കിന്ന്, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, നെർവസ് സിസ്റ്റം. ഓക്കെ, ഇതിനൊക്കെ തകരാറ് സംഭവിക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന വിറ്റമിൻ B3 ഡെഫിഷ്യൻസി കാരണം വരുന്ന ന്യൂട്രീഷണൽ ഡിസോർഡർ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 അനീമിയ, ഓപ്ഷൻ 2 സ്കർവി, ഓപ്ഷൻ 3 ബെറിബെറി ആൻഡ് ഓപ്ഷൻ 4 പെല്ലഗ്ര. അപ്പോൾ വിറ്റമിൻ B3 കാരണം വരുന്ന ഡെഫിഷ്യൻസിയാണ് ഓപ്ഷൻ 4 പെല്ലഗ്ര. ഓക്കെ, വിറ്റമിൻ B3 അല്ലെങ്കിൽ എന്താ പറയുക, നയാസിൻ അല്ലേ, അത് കാരണം വരുന്ന ന്യൂട്രീഷണൽ ഡിസോർഡർ ആണ് ഇത് പെല്ലഗ്ര. അപ്പോൾ അനീമിയ ഏത് കാരണമാണ് വരുന്നത്? വിറ്റമിൻ B12 അല്ലേ, വിറ്റമിൻ B12 കാരണം കോസ് ചെയ്യുന്നതാണ് ഏത്? അനീമിയ. ഇനി സ്കർവി ആണെങ്കിലോ വിറ്റമിൻ C അല്ലേ, വിറ്റമിൻ C കാരണം കോസ് ചെയ്യുന്നതാണ് സ്കർവി. ഇനി ബെറിബെറി ആണെങ്കിലോ വിറ്റമിൻ
B1 അല്ലേ? വിറ്റമിൻ B1 കാരണം കോസ് ചെയ്യുന്നതാണ് ഏത്? ബെറിബെറി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വിറ്റമിൻ B3 ആണെങ്കിൽ പെല്ലഗ്ര, അനീമിയ അത് വിറ്റമിൻ B12 ആണ്, സ്കർവി വിറ്റമിൻ C ആണ്, ബെറിബെറി വിറ്റമിൻ B1 ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ, മഞ്ജു ഭാർഗവെ won the സംഗീത് നാടക് അക്കാഡമി അവാർഡ് ഓഫ് 2019 ഫോർ വിച്ച് ഡാൻസ് ഫോം? ഓക്കെ, മഞ്ജു ഭാർഗവയ്ക്ക് സംഗീത് നാടക അക്കാഡമി അവാർഡ് ലഭിച്ചു. ഓക്കെ, എപ്പോഴാണ് ലഭിച്ചത്? 2019 ലഭിച്ചു. ഓക്കെ, അവർ ഏത് ഡാൻസ് ഫോമുമായി റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അതായത് മഞ്ജു ഭാർഗവയ്ക്ക് സംഗീത് നാടക അക്കാഡമി അവാർഡ് ലഭിച്ചു. എപ്പോൾ ലഭിച്ചു? 2019 ലഭിച്ചു. അവർ ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മളോടുള്ള ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ചാവു, ഓപ്ഷൻ 2 കഥക്, ഓപ്ഷൻ 3 മോഹിനിയാട്ടം ആൻഡ് ഓപ്ഷൻ 4 കുച്ചിപ്പുടി. അപ്പോൾ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും? മഞ്ജു ഭാർഗവെ പറയുന്നത് കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ അല്ലേ? അതിനാണ് അവർക്ക് എന്ത് ലഭിച്ചത്? സംഗീത് നാടക അക്കാഡമി അവാർഡ് ലഭിച്ചത്. എപ്പോൾ ലഭിച്ചത്? 2019 ലഭിച്ചത്. ഇനി കുച്ചിപ്പുടി ഏത് സ്റ്റേറ്റിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്? ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോമാണ് ഏത്? കുച്ചിപ്പുടി. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? മഞ്ജു ഭാർഗവെ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് ദ ഫസ്റ്റ് റേഡിയോ ഷോ ബ്രോഡ്കാസ്റ്റ് ഇൻ ഇന്ത്യ? ഓക്കെ, ഈ തന്നിരിക്കുന്ന വർഷങ്ങളിൽ എപ്പോഴായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് റേഡിയോ ഷോ ബ്രോഡ്കാസ്റ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ തന്നിരിക്കുന്ന വർഷങ്ങളിൽ ഏത് വർഷത്തിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് റേഡിയോ ഷോ ബ്രോഡ്കാസ്റ്റ് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 1923, ഓപ്ഷൻ 2 1911, ഓപ്ഷൻ 3 1936 ആൻഡ് ഓപ്ഷൻ 4 1927. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 1923 ആയിരുന്നു. ഓക്കെ, ഓപ്ഷൻ 1 1923. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് വൺ, ബസ്റ്റർ ദസ്ര ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ്? ഓക്കെ, ബസ്റ്റർ ദസ്ര എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവലാണ്. അത് ഏത് സ്റ്റേറ്റിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഉത്തർപ്രദേശ്, ഓപ്ഷൻ 2 ജാർഖണ്ഡ്, ഓപ്ഷൻ 3 ഹരിയാന ആൻഡ് ഓപ്ഷൻ 4 ഛത്തീസ്ഗഡ്. എവിടെയായിരിക്കും ബസ്റ്റർ ദസ്ര സെലിബ്രേറ്റ് ചെയ്യുന്നത്? ബസ്റ്റർ ദസ്ര സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ 4 ഛത്തീസ്ഗഡിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്വാളിറ്റേറ്റീവ് മെഷർ ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ യൂസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? ഓക്കെ, താഴെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് മെഷേഴ്സ് തന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന കുറച്ച് ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് തന്നിട്ടുണ്ട്. അതിലെ ക്വാളിറ്റേറ്റീവ് മെഷർ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് വൺ CRR, സെക്കൻഡ് വൺ മോറൽ സ്വേഷൻ ആൻഡ് തേർഡ് വൺ SLR. ഓക്കെ, അതിലേതാണ് ക്വാളിറ്റേറ്റീവ് മെഷർ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ബോത്ത് B and C, ഓപ്ഷൻ 2 ഓൺലി A, ഓപ്ഷൻ 3 ഓൺലി B ആൻഡ് ഓപ്ഷൻ 4 ഓൺലി C. നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്, ഓൺലി B. ഓക്കെ, മോറൽ സൊല്യൂഷൻ മാത്രമാണ് എന്ത് ക്വാളിറ്റേറ്റീവ് മെഷറായിട്ട് വരുന്നത്. ബാക്കി രണ്ടും എന്താണപ്പോൾ? ക്വാണ്ടിറ്റേറ്റീവ് ആണ് അല്ലേ? CRRും SLRും എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, with which scientist did William Ramsay show in 1894 that air also contained an element unknown until then which was named argon? Okay, വില്യം റാംസേ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ആർഗൺ കണ്ടുപിടിച്ചത്. ഓക്കെ, എപ്പോഴായിരുന്നു? 1894 ഓക്കെ, അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, എയറിൽ ആർഗൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരായിരുന്നു? വില്യം റാംസേ ആയിരുന്നു. എപ്പോൾ? 1894. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സയൻറ്റിസ്റ്റ് ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഹെർമാൻ സ്റ്റൗഡിഞ്ചർ, സെക്കൻഡ് വൺ ലോർഡ് റെയിലിംഗ്, ഓപ്ഷൻ 3 ഹരോൾഡ് ഉറേ, ഓപ്ഷൻ 4 ഗ്ലിൻ സീബോർഗ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുക? നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ 2 ലോർഡ് റെയിലേ ആണ്. ഓക്കെ, ലോർഡ് റെയിലേയും വില്യം റാംസേയും കൂടെയാണ് എന്ത് കണ്ടുപിടിച്ചത്? ആർഗൺ കണ്ടുപിടിച്ചത്. എയറിൽ ആർഗൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് എപ്പോഴായിരുന്നു? 1894 ആയിരുന്നു. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of this is related to public goods? Okay, which of this is related to public goods എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1, there is a clear link between the producer and consumer which occurs through the payment process. Okay. Option 2, the principle of excludability is applicable to its conception. Option 3 is there is a possibility of free ridership in its conception. Option 4, its conception is rivalrous in nature. Okay അല്ലേ? അപ്പോൾ നമ്മൾ ഇതിൽ ഏതുമായിട്ടാണ് പബ്ലിക് ഗുഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 4, ഇറ്റ്സ് കൺസെപ്ഷൻ ഈസ് റൈവൽറസ് ഇൻ നേച്ചർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് സേസ് ദാറ്റ് ഡബിൾ jeopardy will says that no person shall be prosecuted or published for the same offense more than once. ഓക്കെ, ഇതിൽ തന്നിരിക്കുന്ന ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? അതായത് ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ ഒരേ ഒഫൻസിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ആർട്ടിക്കിൾ 21(2), ഓപ്ഷൻ 2 ആർട്ടിക്കിൾ 19(1), ഓപ്ഷൻ 3 ആർട്ടിക്കിൾ 22(2), ഓപ്ഷൻ 4 ആർട്ടിക്കിൾ 22. ഓക്കെ, അതിൽ ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ആർട്ടിക്കിൾ 21 എന്താണ്? 21 നമുക്കറിയാം അല്ലേ, ലൈഫ് റൈറ്റ് ടു ലിബർട്ടി ആൻഡ് പേഴ്സണൽ ലൈഫാണ് വരുന്നത്. അപ്പോൾ ഇതെന്തായാലും ആയിരിക്കില്ല അല്ലേ. സെക്കൻഡ് വൺ എന്താണ്? ആർട്ടിക്കിൾ 19(1) എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ് അല്ലേ. അപ്പോൾ ഇതും ആയിരിക്കില്ല. ഇനി ആർട്ടിക്കിൾ 22(2) എന്താണ്? ആർട്ടിക്കിൾ 22(2) എന്തായിരിക്കും പറയുന്നുണ്ടാവുക? നമ്മുടെ ഒരു അറസ്റ്റ് ചെയ്ത ഒരാൾക്കുള്ള റൈറ്റ്സിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 22(2) ഒക്കെ. അപ്പോൾ ഇതും ആയിരിക്കില്ല. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 22 ആണ്. ആർട്ടിക്കിൾ 22 ആണ് എന്ത് പറയുന്നത്? നോ പേഴ്സൺ ഷാൾ ബി പ്രോസിക്യൂട്ടഡ് ഓർ പണിഷ്ഡ് ഫോർ ദ സെയിം ഒഫൻസ് മോർ ദാൻ വൺസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Rajarajeshwara temple of Tanjore was built by the ruler of which dynasty? ഓക്കെ, രാജരാജേശ്വര ടെമ്പിൾ എവിടെയാണ്? തഞ്ചാവൂരാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏത് റൂളറാണ് ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയുടെ റൂളറാണ് ബിൽഡ് ചെയ്തത് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ്: ഓപ്ഷൻ 1 പാണ്ഡ്യ ഡൈനാസ്റ്റി, ഓപ്ഷൻ 2 ചോള ഡൈനാസ്റ്റി, ഓപ്ഷൻ 3 ചേര ഡൈനാസ്റ്റി ആൻഡ് ഓപ്ഷൻ 4 പല്ലവ ഡൈനാസ്റ്റി. ഏത് ഡൈനാസ്റ്റി ആയിരിക്കും? ഓപ്ഷൻ 2 ചോള ഡൈനാസ്റ്റി ആണ് ഏത് ടെമ്പിൾ ബിൽഡ് ചെയ്തത്? രാജരാജേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. ഓക്കെ, നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹു അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊഫഷണൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ? ഈ തന്നിരിക്കുന്ന ആളുകളിൽ ആരാണ് ഒരു പ്രൊഫഷണൽ ക്ലാസിക്കൽ ഡാൻസർ, പ്രൊഫഷണൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസർ അല്ലാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ശ്രേയ ഘോഷാൽ, ഓപ്ഷൻ 2 മല്ലിക സാരാഭായ്, ഓപ്ഷൻ 3 ശോഭന നാരായണൻ ആൻഡ് ഓപ്ഷൻ 4 വസുന്ധര ദൊരസ്വാമി. അപ്പോൾ ഇതിൽ ആരായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്കറിയാം വസുന്ധര ദൊരസ്വാമി എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്, ശോഭന നാരായണൻ ക്ലാസിക്കൽ ഡാൻസറാണ്, മല്ലിക സാരാഭായ് ക്ലാസിക്കൽ ഡാൻസറാണ്. ആര് മാത്രമാണ് അല്ലാത്തത്? ഓപ്ഷൻ 1 ശ്രേയ ഘോഷാൽ മാത്രമാണ് അല്ലാത്തത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 ശ്രേയ ഘോഷാൽ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following states became the first Indian state to enact Right to Health Act 2022? റൈറ്റ് ടു ഹെൽത്ത് ആക്ട് കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 പഞ്ചാബ്, ഓപ്ഷൻ 2 മധ്യപ്രദേശ്, ഓപ്ഷൻ 3 ഹരിയാന ആൻഡ് ഓപ്ഷൻ 4 രാജസ്ഥാൻ. അപ്പോൾ റൈറ്റ് ടു ഹെൽത്ത് ആക്ട് കൊണ്ടുവന്ന ആദ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? രാജസ്ഥാനാണ്. ഓക്കെ, രാജസ്ഥാനാണ് റൈറ്റ് ടു ഹെൽത്ത് ആക്ട് കൊണ്ടുവന്ന ഫസ്റ്റ് സ്റ്റേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Ustad Akbar Ali Khan is remembered for his contribution to which of the following musical instruments? അപ്പോൾ ഉസ്താദ് അക്ബർ അലി ഖാൻ എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹം ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 സാരോഡ്, ഓപ്ഷൻ 2 തബല, ഓപ്ഷൻ 3 സിത്താർ ആൻഡ് ഓപ്ഷൻ 4 സന്തൂർ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 സാരോഡാണ്. ഓക്കെ, സാരോഡാണ് ഉസ്താദ് അലി അക്ബർ ഖാനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്.
Next question. The neutral point in the magnetic field of a horizontally positioned bar magnet is the dash. അതായത് ഒരു ബാർ മാഗ്നറ്റ് ഹൊറിസോണ്ടലി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ന്യൂട്രൽ പോയിന്റ് ഏതായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പോയിന്റ് where the magnetic field changes direction. Option 2, point where the magnetic field is the weakest. Option 3, point where the magnetic field is the strongest. And option 4, point where the magnetic field is 0. എവിടെയായിരിക്കും ന്യൂട്രൽ പോയിന്റ് വരുന്നുണ്ടാവുക? നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4, point where the magnetic field is 0 is the right answer. Next question. NABARD launched a special pilot project in 2004-2005 called DASH, mainly to fulfill the credit needs of a small and marginal farmers and tenant farmers. Okay. നബാർഡ് എന്ത് ലോഞ്ച് ചെയ്തു? ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. എപ്പോൾ ലോഞ്ച് ചെയ്തു? 2004-2005 ലോഞ്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. ആരുടെ ക്രെഡിറ്റ് നീഡ്സ്? ഫാർമേഴ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സ്. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. നബാർഡ് ഒരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. 2004-2005 സമയത്താണ് ലോഞ്ച് ചെയ്തത്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഫാമേഴ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രൊജക്റ്റ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 JLGs, ഓപ്ഷൻ 2 MEDP, ഓപ്ഷൻ 3 SGSY ആൻഡ് ഓപ്ഷൻ 4 BLP പ്രോഗ്രാം. ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമ്മുടെ ഓപ്ഷൻ 2 MEDP ആണ്. ഓക്കെ, MEDP ആണ് നബാർഡ് ലോഞ്ച് ചെയ്തൊരു പ്രൊജക്റ്റ് 2004-2005 സമയത്ത് ഫാമേഴ്സിൻ്റെ ക്രെഡിറ്റ് നീഡ്സിന് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.